ഇവിടെ സംഭവിച്ചത് ഏറെ ദൗർഭാഗ്യകരമായ, ഒട്ടും ഈ പുരോഗമനപരമായ കാലത്ത് നാം ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയാണ്. വിഷ്ണുജിയുടെ അമ്മ, അച്ഛൻ, കുടുംബാംഗങ്ങളുമായി ഇപ്പോൾ നമ്മൾ സംസാരിച്ചു. സംസ്ഥാന യുവജന കമ്മീഷൻ അംഗം എന്നുള്ള നിലയിൽ ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ മരണവുമായി ബന്ധപ്പെട്ടുണ്ട്. കുടുംബത്തിന് ഇത് ഒരു ആത്മഹത്യയാണ് എന്നൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം ഉൾപ്പെടെ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 വർഷത്തോളമായിട്ടുള്ള മാനസികവും ശാരീരികവുമായ കടുത്ത പീഡനം ഭർത്താവിൽ നിന്ന് വിഷ്ണുജ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നതാണ് അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാം സംസാരത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. നിലവിൽ ഇക്കാര്യത്തിൽ പോലീസ് എന്നുള്ള നിലയിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നല്ല നിലയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നതാണ് പ്രാഥമികമായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നാളെ ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെട്ട് യുവജന കമ്മീഷൻ എന്നുള്ള നിലയിൽ റിപ്പോർട്ട് തേടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഫലപ്രദമായ നിലയിൽ ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കി ഇതിന് കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിച്ച് സമൂഹത്തിന് ഒരു ശരിയായ സന്ദേശം നൽകുന്ന വിധത്തിലുള്ള ഒരു നീതിയാണ് അച്ഛനും അമ്മയും സമൂഹവും ആകെ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് സംസ്ഥാന യുവജന കമ്മീഷൻ എന്നുള്ള നിലയിൽ നല്ല നിലയിൽ ഇടപെടും. വിഷ്ണുജിന്റെ അമ്മയ്ക്ക്, അച്ഛന്, കുടുംബാംഗങ്ങൾക്ക് നീതി ലഭിക്കുന്നത് വരെയുള്ള ഈ നിയമ പോരാട്ടത്തിൽ യുവജന കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പിന്തുണയും ഈ കുടുംബത്തിൽ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പൊതുവിൽ പ്രാകൃതമായ നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ളത്. നിറത്തിന്റെ പേരില്, ശരീരത്തിന്റെ പേരില്, വിദ്യാഭ്യാസത്തിന്റെ പേരില്, തൊഴിലിന്റെ പേരിലെല്ലാം ഈ കുട്ടി വളരെ പൈശാചികമായ പീഡനമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് എന്നതാണ് നിലവിൽ നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ എല്ലാം അനുഭവത്തിന്റെ കൂടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ശക്തമായ നിയമപരമായ നടപടി നൽകുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലാണ് പൊതുവിൽ കമ്മീഷൻ എന്നുള്ള നിലയിൽ തുടർച്ചയായി ഇടപെടുന്നത്.